യെസ്, നമ്മൾ ആദിയോഗി, അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം, അത് കഴിഞ്ഞ് എവിടെ? കൊട്ടിയൂർ, കണ്ണൂർ. നമ്മൾ കണ്ണൂർ എത്തിയിരിക്കുന്നു. നമ്മളെ ഡ്രൈവർ സ്പൾവർ അങ്ങോട്ട് പോകുന്നു. ഗൈസ്, നമുക്ക് ഡ്രൈവർ സ്പൾവർ ഉണ്ട്. ആരാ എങ്ങോട്ടാ? കൊട്ടിയൂർക്ക് പോകുന്ന ഗൈസ്. അപ്പൊ നമ്മൾ വീണ്ടും കുറെ ദിവസം നമ്മളിങ്ങനെ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ കൊട്ടിയൂരെത്തി. മുണ്ടൊക്കെ എടുത്ത്, പുതിയ മുണ്ടൊക്കെ എടുത്ത് മുടുക്കന്മാരായിരിക്കുന്നു. ഞാൻ അവനും മുണ്ടെടുത്ത്. നിങ്ങൾ മാത്രം എന്താ മുണ്ടെടുക്കാത്ത? ഡ്രൈവർ സ്പൾബർ ഭയങ്കര കോൺസെൻട്രേഷൻ ആണ് ഗൈസ്. KSRTC ഫസ്റ്റ് പാസഞ്ചർ ഇരിട്ടിക്ക് പോകുന്ന ബസ്സാണ് ഗൈസ്. നമ്മൾ അവിടെ കണ്ണൂർ കൊട്ടിയൂർ അതുലിന്റെ വീട്ടിൽ നമ്മൾ ഇന്നലെ എത്തി താമസിച്ചു. ഇതാ കൊട്ടിയൂർ പോകുന്നു. അപ്പൊ ബാക്കി നമ്മൾ അടിപൊളി വ്ളോഗ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമ്മൾ കൊട്ടിയൂരെത്തി. ബാറ്ററി ഡൗൺ നമ്മൾ പാർക്കിംഗ് എത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവും. അങ്ങനെ നമ്മൾ ഉരുളൻ കല്ലുകൾ കണ്ടു തുടങ്ങി. നമ്മൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ. നേരത്തെ വണ്ടി അടിച്ചപ്പോൾ എന്തോ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പറയൂ. ചിന്തരനായാലും മുടിയൊക്കെ കിട്ടി ചിന്തരനായി. അപ്പൊ നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ പാർക്കിംഗ് ജസ്റ്റ് താഴെ ഇറങ്ങിയാണ്. സൗണ്ട് കേട്ടിട്ട് കണ്ടോ, സൂപ്പർ. മീനൊക്കെ ഉണ്ട്. അപ്പുറത്ത് കാട്. അപ്പം നമ്മൾ നേരെ അപ്പുറത്ത് പോയിട്ട് ഫ്രണ്ടിൽ കൂടെ പോകും ഗൈസ്. ഇന്ന് മഴയില്ല, നല്ല ക്ലൈമറ്റ് ആണ്. ഇന്ന് ഡേറ്റ് 14-ാം തീയതിയാണ്. അതുകൊണ്ട് തിരക്കുമില്ല അല്ലേ? ഇവിടത്തെ കുറിച്ച് പറയൂ, 2 വാക്ക് പറയൂ അതിലേട്ടാ. കുട്ടീനെ കുറിച്ച് പറഞ്ഞ ഞങ്ങളെ പുറത്തുള്ളവർക്ക്. അതിലാണ് ഗൈസ് നാട്ടുകാരാണ്. അപ്പം അതിൽ ഫോണിലാണ്. ഫോൺ കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. കൊട്ടിയൂരത്തേക്ക് ബസ്സുണ്ട്. എന്തായാലും ഈ വ്ളോഗ് കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടുത്തെ ഉത്സവം കഴിയും. അല്ലെങ്കിൽ 2 ദിവസം കൂടെ ഉത്സവമുള്ളൂ. അപ്പം അടുത്ത വർഷം ഉത്സവത്തിന് എല്ലാവരും എത്താം. ഓക്കെ, അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു ഗൈഡായിരിക്കും ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ബിഗിനറായിട്ട് വരുമ്പോൾ. ഇതാണ് ഇക്കരെ കൊട്ടിയൂർ, ഇത് അക്കരെ കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂരാണ് വർഷത്തിൽ 28 ദിവസം മാത്രം തുറക്കുന്നതും. ഇക്കരെ കൊട്ടിയൂർ എപ്പോഴും തുറന്നിരിക്കും. എപ്പോഴും തുറന്നിരിക്കും. ഫസ്റ്റ് നമുക്ക് ഇക്കരെ പോലെ ഫസ്റ്റ് നമ്മൾ ഇക്കരെ പോയിട്ട് അക്കരെ പോകും. അങ്ങനെ ആ വഴി നമ്മൾ കുറേ കടകളുണ്ട്. അത് ആ വഴി വന്നു. കണ്ടോ, ഇത് ഇന്നായി. ഇന്നലെ വരെ സ്ത്രീകൾക്ക് ഇവിടെ കയറായിരുന്നു. ഇന്ന് തൊട്ട് കയറാൻ പാടില്ല. ഇത് ഏത് പുഴയുടെ? ബാവേലി പുഴയാണ്. നോക്കട്ടെ, നമുക്ക് പുഴ ഇറങ്ങി ഇവിടുത്തെ കല്ലെടുത്ത് വരച്ച ചന്ദനം വരുമെന്നൊക്കെ ആൻറ്റി പറഞ്ഞു വിട്ടെ. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. ഫുള്ള് ഒരു വേറെ വൈബ് ടെമ്പിളാണ് അല്ലേ? ഫുൾ ഫോറസ്റ്റ് കാട്ടിൻ്റെ നടുക്ക് ഉള്ള ഒരു അമ്പലമാണ് ഗൈസ്. ക്ലോക്ക് റൂം ഉണ്ട് അകത്ത്. ഇന്നെന്ത് സ്ഥിരം ഇവിടെ മഴയെന്നാണ് കേട്ടെ. പക്ഷെ ഇന്ന് നല്ല വെയിൽ. അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്തെല്ലാം മഴയും കാണൂലല്ലോ. അതാണ് ഇപ്പോഴത്തെ ഒരു പതിവ്. അപ്പോൾ നമുക്ക് പോകാം. അവിടെ പാലമൊക്കെ ഉണ്ട്. ഇപ്പം നോക്കട്ടെ. നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ച് ഇവിടെ ഷർട്ട് ഇടാൻ പറ്റില്ല. അപ്പം ഷർട്ട് മുണ്ടൊക്കെ എടുത്ത് കൈയും കാലൊന്നും കഴുകിയിട്ട് പോവാണ്. നല്ല തണുത്ത വെള്ളമാണ്. നമ്മൾ അക്കരെ പോകുമ്പോഴാണ്. ഇങ്ങനെ നമ്മൾ ആ പാലം കയറി അവിടെത്തി. അത് ഫുൾ വെള്ളമാണ്. വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാം. ഇതൊക്കെ ഒരു ഇല്ല അല്ലേ? അങ്ങനല്ലേ? ഓരോരോ കുടുംബക്കാരില്ല അങ്ങനെ എന്താണ് കഴിച്ച് ആദ്യം അറിയുന്നത് കണ്ടിട്ട് ചോദിച്ചിട്ട് കഥകൾ പറഞ്ഞുതരാം. ഇതാണ് കിട്ടിയൊരു നല്ലൊരു വ്യൂ. നമുക്കിവിടുത്തെ ഒരു പുള്ളിക്കാരൻ, ഒരു വോളണ്ടിയർ ഉണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ വരുന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, നമ്മളങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. അടിപൊളിയായിട്ട് തൊഴുത് ഗൈസ്. എല്ലാവരും പറഞ്ഞു, എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് അവർ നേരെ തൊഴാൻ പറ്റില്ല, തിരക്കെന്നൊക്കെ. പക്ഷേ നമുക്കെന്തോ ഭാഗ്യമുണ്ട്, ഒട്ടും തിരക്കില്ല, സുഖമായിട്ട് തൊഴുതു. ബാക്കി മുകളിൽ പോയിട്ട് എടുക്കാം. ഇവിടെ വന്നപ്പോൾ വേറൊരു അടിപൊളി കാഴ്ച. മീൻ, ഫുള്ള് മീനുണ്ട്. മീൻ കുഞ്ഞുങ്ങൾ കണ്ടോ? ഫുള്ള് കാടാണ്. കാടിൻ്റെ നടുക്കാണ് അമ്പലം. എല്ലാവരും അടുത്ത ഈ വർഷം എന്തായാലും നടക്കില്ല. കാരണം ഈ വ്ളോഗ് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഉത്സവം കഴിഞ്ഞ് 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷം എല്ലാവരും വരാം. ഒരു പ്രകൃതിയുടെ ഉത്സവം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കണ്ടോ മീനുണ്ടോ? മീൻ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അവിടെ ഷൂട്ടിംഗ് അലൗഡ് അല്ല, അതാണ് ഞാൻ വലുതായിട്ട് ഉള്ളിൽ നിന്ന് എടുക്കാത്തത്.
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഫുള്ളൊന്ന് ചുറ്റിക്കാണാം. ഫുള്ള് മഴ, കാടാണ്, കാടിൻ്റെ നടുക്കാണ്. ഇവിടുത്തെ കഥ നമുക്ക് ആർക്കെങ്കിലും ചോദിക്കാം. ഇതൊക്കെ ഓരോ ഇല്ലം ഇവിടെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. ഓരോ ഇല്ലങ്ങളിൽ ഈ കാട്. ഇവിടെ നമ്മൾ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് എല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരും. എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, അക്ഷി ഒഫീഷ്യൽ. ഞങ്ങളെല്ലാവരെയും കാണും. അതിലുണ്ണി, അതിലകത്ത് KP, ഇതെല്ലാത്തിലും ഉണ്ടാവും. ഇവിടെ വരുന്ന ആനയെ കെട്ടിയിരുന്നത്, പക്ഷേ ആന ഇല്ല ഗൈസ്. ആന ഇന്നലെ പോയി. ആന പോയി. ഇത്രയും ദിവസം ആന ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആനയെ കാണാനുള്ള ഭാഗ്യമില്ല. 2 ആന ഉണ്ടായിരുന്നു. ഇനി എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആരാണെന്ന് വീരഭദ്രൻ എന്നാണ് ഗൈസ് പറഞ്ഞത്. പക്ഷെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ, പിന്നെ പക്ഷികൾ, അങ്ങനെ വേറെ പുറത്തു നിന്നുള്ളൊരു ഇതിപ്പോൾ ആൾക്കാർ നമ്മൾ പോലത്തെ വലിയ സൗണ്ട് മാത്രം. കുറച്ചേരം ഇങ്ങനെ കേട്ടാ ഉണ്ടോ കിളികൾ. ഇതെല്ലാം ഇതുണ്ടല്ലേ ഇതുണ്ടാക്കുന്നത് ഓടപ്പൂ. ഇത് കൊണ്ടാണ് ഓടപ്പൂ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ വലുതിൻ്റെ ഇത് കാടല്ലേ? കാടാണ്. നമ്മൾ ജസ്റ്റ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. അടിപൊളി സംഭവം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അമ്പലം പോലെ എന്തോ, പക്ഷെ നമുക്ക് ഇവിടുത്തെ കഥ അറിയില്ല. ഇവിടുത്തെ 2 നാട്ടുകാരെ കൂടെ കിട്ടി, പക്ഷെ കാര്യമില്ല. അവിടെ തൊഴുതിട്ട് വരാം. വെള്ളച്ചാട്ടം സൗണ്ടിലാണ്. ഇവിടെ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന ഒരു പാലമുണ്ട്, ആൾക്കാർ നടന്നു പോകുന്ന വെള്ളത്തിൻ്റെ കൊടുക്കുക. ആ പാലമാണ് ഈ പാലം. ഇവർ ആൾക്കാർക്ക് എന്തോ പരതുന്നുണ്ട്, എന്നാണ് അറിയില്ല. നമുക്കിന്ന് അപ്പുറം പോയിട്ട് തിരിച്ചു വരാം. പാലത്തിൻ്റെ നടക്കുവാണ്. നല്ല രസമുണ്ട്, പക്ഷെ എല്ലാവരും വീണ് കഴിഞ്ഞാൽ അതിനൊരു രസമായിരിക്കും. ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ വരുമ്പോൾ എല്ലാവരും സേഫായിട്ട് വരിക. എല്ലാവരും ഒരു പക്ഷേ സേഫായിരിക്കുക. സ്വന്തം സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഇപ്പം നോക്കട്ടെ. ഒരു അത്ഭുതം കാണിക്കാൻ പോവാണ്. ഇത് എല്ലാവരും ഒരു ഒരച്ച ചന്ദന വരെയെന്ന് പറയുന്നത്. വേറെ ഒരിടത്തും ഞാൻ നല്ലോണം ആയിരിക്കും. ചന്ദനം ഇത് നമുക്ക് തൊടാം. യെസ്, വോളണ്ടിയർ ചേട്ടൻ്റെ പരിചയത്തിൽ നമ്മൾ ഫുഡ് കിട്ടി. ഇവിടെ നിന്ന് വോളണ്ടിയേഴ്സിന് ഫുഡ് നമുക്ക് കിട്ടി. അപ്പോൾ താങ്ക് യു ചേട്ടാ. ചേട്ടൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സംഭവമുണ്ട്. കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ശിവേലി. നോർമലി ഇത്ര ദിവസം ആനപ്പുറത്തായിരുന്നു. അപ്പോൾ ഇനി 2 ദിവസം ആനയോടത്തില്ല, നോർമൽ ശിവേലിയ. ശിവേലി സമയത്ത് ആരും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. അതെല്ലാവരും ഞാൻ ചുറ്റി നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി കൊട്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇതാണ് നമ്മൾ വോളണ്ടിയർ ചേട്ടൻ. ചേട്ടനോ എല്ലാ വ്ളോഗിലൂടെ ചേട്ടൻ ഇങ്ങനെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫറാണ്. ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ്റെ പേര് എന്തൊക്കെയാണ്? പ്രജിത്ത് ചേട്ടൻ. അപ്പോൾ താങ്ക് യു പ്രജിത്ത് ചേട്ടാ. അപ്പം പ്രസാദം എല്ലാവരും പ്രസാദമൊക്കെ വാങ്ങി അടുത്തിന് ബാക്കി പുറത്തെ കാഴ്ചകളിലോട്ട് പോവാം. നമ്മൾ കൊട്ടിയൂർ ഇത് ഇക്കരയാണ് അക്കരയാണ്? ഇത് ഇക്കരയാണ് അക്കരയാണ്? നമ്മൾ അക്കരെ കൊട്ടിയൂരിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഗൈസ്. ഞങ്ങൾ തിരിച്ച് ക്ലോക്ക് റൂം പോയി ഷർട്ടും ചെരുപ്പൊക്കെ എടുക്കട്ടെ. ആ കാല് കൊള്ളുന്നു. ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ ഫുൾ വ്യൂ. ഉണ്ടോ, ഫുള്ള് കാണാൻ. എന്താ കാറ്റ്.
തിരിച്ച് നടക്കുകയാണ് എല്ലാത്തിലേ. അപ്പോൾ താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ. ഇത്രയും നല്ല സ്ഥലം കാണിച്ചത്. അവിടെ ഒരു സംഭവം, വെറൈറ്റി സംഭവം ഉണ്ട്, ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ചെരുപ്പേരട്ടെ. അങ്ങനെ നമ്മൾ ക്ലോക്ക് റൂമിൽ വന്ന് നമ്മൾ ഷർട്ടൊക്കെ എടുത്ത് ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ ഇക്കരെ കുട്ടികളോട് വിട പറഞ്ഞ് പോവുകയാണ്. നമ്മൾ അങ്ങോട്ടാണ് ഫുൾ കാടാണ്, കറക്റ്റ് ഫോറസ്റ്റ് നടക്ക്. ഈ 2 ദിവസം കൊണ്ട് ഇവിടെ ഓപ്പണുള്ളൂ, അത് കഴിഞ്ഞ് ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ ഈ വർഷം എന്തായാലും ഞാൻ ബ്ലോഗ് വരുമ്പോഴത്തേക്ക് ഉത്സവം കഴിക്കും. അപ്പോൾ അടുത്ത വർഷം എല്ലാവരും വരെ ഒരു നമ്മൾ നോർമൽ അമ്പലം വൈബല്ല, ഒരു വരുമ്പോൾ ശ്രദ്ധിക്കുന്ന എന്നുള്ള കാര്യം പ്രസാദമാണെങ്കിൽ ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതുക. പിന്നെ ഉള്ളിൽ ഷർട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളല്ല, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഫോളോ ചെയ്ത് എല്ലാവരും എത്തുക. ബാക്കി കാഴ്ചകളുണ്ട്. ഇവിടെ വന്നപ്പോൾ വേറൊരു അടിപൊളി കാഴ്ചയുണ്ട്. വരുന്നവരെല്ലാം ഇങ്ങനെ കല്ല്, ഇതിൻ്റെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, എല്ലാവരും കല്ല് ഇങ്ങനെ അടിച്ചു വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ എന്താ കഥയെന്ന് അറിയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ ഇവിടുത്തെ ഐതിഹ്യം അറിയുന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഐതിഹ്യം അറിയാം, പക്ഷേ പറഞ്ഞ് തെറ്റിപ്പോകും എന്നുള്ളൊരു പേടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയാം. കൊട്ടൂർ എന്ന വേറൊരു മസ്റ്റ് സാധനം ഉടപ്പുവാണ്. നമ്മൾ എല്ലാം ഉടപ്പൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതേ സൈസിനെല്ലാം 50, ഇതെല്ലാം 70. ഇത് എത്രയായിട്ടാ പറഞ്ഞ വലുത്? 80. ഇവിടെ ഉടപ്പുവാണ്. ഇവിടെ ഫുള്ള് ഷോപ്സാണ്. അത് ഉണ്ടാക്കുന്ന പ്രോസസ്. ഫസ്റ്റ് വെള്ളത്തിയിട്ടല്ലേ ഇങ്ങനെ പ്രോസസ്സ്? അത് വെള്ളത്തിൽ 3 ദിവസം ഇട്ടിട്ട് വേണം എടുക്കാൻ. 3 ദിവസം വെള്ളത്തിട്ട്. നമ്മൾ ഉടപ്പൊക്കെ മേടിച്ചിട്ട് ഇവിടെ കടയിൽ ജീരകസോറ് കുടിച്ച് ഇനി തിരിച്ച് നോക്കട്ടെ, എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങിയിട്ട് നേരെ കാറെ കൊണ്ട് വയ്ക്കുക സാധനങ്ങൾ. ഇത് നമ്മൾ ഇക്കരെ കൊട്ടൂർ പോയല്ലേ, നമ്മൾ ഇക്കരെ കൊട്ടൂർ പോകും. നമ്മളിപ്പോൾ ഷോപ്പിങ്ങിലാണ് ഗൈസ്. എൻ്റെ കസിൻസിന് വേണ്ടി കിച്ചൻസ് വാങ്ങുമ്പോൾ നമ്മൾ കുറേ ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അങ്ങനെ നമ്മളുടെ ഒരു ലോഡ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ ഫുൾ സാധനം, ബാഗിൽ ഫുൾ സാധനം, ഈ കയ്യിൽ സാധനം, അതിലെൻ്റെ കയ്യിൽ സാധനം. ഞാൻ ഫുള്ള് ഒരു ലോഡ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി നേരെ കാറിൽ പോയി സാധനം വയ്ക്കാൻ നമ്മൾ തിരിച്ച് വരും കഴിച്ചു. തിരിച്ച് ഇക്കരെ കൊട്ടിയൂരും കൂടെ പോകും. ഇക്കരെയാണ് അക്കരെയാണ്? ഇക്കരെ. നമ്മൾ അക്കരെ കൊട്ടിയൂരാണ്. നേരത്തെ നമ്മൾ അക്കരെ കൊട്ടിയൂരാണ് പോയത്. നമ്മൾ ഇക്കരെ ഈ സാധനങ്ങളെ കൊണ്ട് കാറിൽ വെച്ചിട്ട് അടുത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പോകും. അങ്ങനെ നമ്മൾ ഇക്കരെ കൊട്ടിയൂരിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിൽ നമുക്ക് എപ്പോൾ വേണോ വരാം. ഇല്ലടാ, ഈ അമ്പലത്തിൽ എപ്പോൾ വേണോ വരാമല്ലോ. ഇതെപ്പോഴും ഓപ്പൺ ആയിരിക്കും. പക്ഷെ നമ്മൾ അക്കരെ കൊട്ടിയൂർ വർഷത്തിൽ ഈ 28 ദിവസം മാത്രമാണ്. പക്ഷെ നമുക്ക് ഉച്ച സമയം കൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് കണ്ടത് അടിപൊളി ഫുള്ള് വെട്ടില്ല പഴയ അമ്പലമാണ്, അടിപൊളി അമ്പലമാണ്. അപ്പം ഇവിടെ എപ്പോൾ വേണോ വരാം, ആർക്ക് വേണോ വരാം. ജാഗ്രത കണ്ടോ, അതിൻ്റെ അപ്പുറത്തോടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. യെസ്, അപ്പോൾ ഇതോടുകൂടി നമ്മളെ കൊട്ടിയൂർ വ്ളോഗ് നമ്മൾ അതിൻ്റെ പേരാണ്. എൻ്റെ പേരല്ലേ നമ്മൾ കൊട്ടിയൂർ വ്ളോഗ് സാധിച്ചെന്ന് അതിലിടരും എൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ. താങ്ക് യു സോ മച്ച് അതുൽ ആൻഡ് അതുലേട്ടാ. അപ്പോൾ ഇക്കരെ കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂർ, അപ്പോൾ രണ്ടിടത്തും വിട പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത അടിപൊളി വ്ളോഗ് വരും എന്ന പ്രതീക്ഷയിൽ ബൈ 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 ബൈ.